ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അസീൽ ബ്രീഡ് കോഴികൾക്ക് എന്തെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കാം, ഏതെല്ലാം വിധത്തിൽ കൊടുക്കാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ 10 രൂപ ലാഭം കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതി എന്താ വെച്ചാൽ, ഇവർ എന്തു കൊടുത്താലും കഴിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പച്ച ഇലകൾ വരെ ഇവർ കഴിക്കാൻ മടി കാണിക്കാത്തവരാണ്. പറമ്പിൽ ഒന്നും തന്നെ ഇവരെ നട്ടു വളർത്താൻ സമ്മതിക്കില്ല എന്നുള്ളതും മറ്റൊരു കാരണം കൂടിയാണ്. ഗോതമ്പ്, അരി, നെല്ല് ഇതിനെല്ലാം പുറമെ നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ എന്തിട്ട് കൊടുത്താലും ഇവർ ഭക്ഷിക്കും. പഴത്തിൻ്റെ തൊലി വരെ അവർ കഴിക്കും. ഇപ്പോൾ ഞാൻ കടയിൽ നിന്നും ഒരു ചാക്ക് പച്ചക്കറി വേസ്റ്റ് എടുത്തിട്ട് വരികയാണ്. അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് ഒരു ചാക്ക് ഇതിനും എടുത്തിട്ട് വരും. അതിൽ നിന്നും ഈ കറിവേപ്പില, കൊത്തമല്ലി, പയർ ഇതെല്ലാം ഞാൻ തനിയെ തള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിടും. ഇതും ഇവർ മെല്ലെ മെല്ലെ ഭക്ഷിക്കുന്നതായിരിക്കും. നാളെ ഈ നേരമാകുമ്പോൾ നോക്കുമ്പോഴേക്കും ഇതിൽ ഇല ഒന്നും ഉണ്ടാവില്ല, പയറെല്ലാം മണികളെല്ലാം കൊത്തിയെടുത്ത് തിന്നും. ഇതിൽ നിന്നും ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കമ്പർ, സവോള, തക്കാളി ഇതെല്ലാം ഞാൻ വേർതിരിച്ച് എടുത്ത് ഇതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി നൈസായി അരിഞ്ഞ് ഇവർക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനും അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നേരം ഇവരുടെ അടുത്ത് അനങ്ങാതെ ഇരുന്നാൽ ഇവർ നമ്മളുടെ അടുത്ത് ചേർന്ന് വന്ന് നമ്മളെ തന്നെ കൊത്തുവരും. എന്നുവെച്ചാൽ അത്രയ്ക്ക് പ്രത്യേകതയുള്ള തരം കോഴികളാണത്. ഇത് മനുഷ്യനെ അവരെ പേടിയില്ല. അടുത്ത് വന്ന് ചേർന്ന് നിന്ന് നമ്മളെ കാലിലെല്ലാം കൊത്താൻ തുടങ്ങും. തിന്നാൻ വിശക്കുമ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തന്നെ കൊത്തിപ്പറിക്കാൻ തുടങ്ങും. ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇവർക്ക് തന്നെ ഇട്ട് കൊടുത്താൽ അവരപ്പം തന്നെ അത് കഴിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അരിഞ്ഞെടുത്തതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചായി വാരി എറിഞ്ഞു കൊടുക്കുകയാണ് സാധാരണ പതിവ്. ഇപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിലൂടെ കാണാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എന്തായാലും ബീട്രൂട്ട് അടക്കം മുറിച്ചിട്ട് കൊടുത്താൽ അവർ ഭക്ഷിക്കുന്നതാണ്.